നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവും പൊതുവായി അറിയപ്പെടുന്നത് എന്താണെന്നാണ്. സോ ഇതൊരു ഡെഫിനിഷൻ കൂടി, ഇതൊരു നിർവചനം കൂടിയാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഒരു വസ്തു ദ്രവ്യം അഥവാ മാറ്റർ എന്ന് അറിയപ്പെടണമെങ്കിൽ അതിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. രണ്ട്, അതിന് ഭാരം ഉണ്ടാവേണ്ടതായിട്ട്, അതിന് മാസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ്, ഓക്കെ, പ്രകാശം ഒരു മാറ്റർ ആണോ, ഒരു ദ്രവ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, അപ്പോ പക്ഷേ എയർ, വായു ഒരു മാറ്റർ ആണോ? വായു ഒരു മാറ്റർ ആണ്, വായു ഒരു ദ്രവ്യമാണ്. കാരണം എന്താണ്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്, അതുപോലെ വായുവിന് ഭാരവും ഉണ്ട്. അപ്പൊ ഇതാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് അടുത്ത ചോദ്യം. സോ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളും പഠിക്കുക, കാരണം ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ദ്രവ്യത്തിന് നിശ്ചിത ആകൃതിയും ഭാരവും ഉള്ളത് ഖരാവസ്ഥയിലാണ്. തന്മാത്രകൾക്ക് പരസ്പരം തെന്നി മാറാനുള്ള കഴിവ് ഖരാവസ്ഥയിലാണ്. ദ്രവ്യത്തിലെ തന്മാത്രകൾക്ക് പരസ്പരം തെന്നി മാറാനുള്ള കഴിവ് ഖരാവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദ്രവ്യത്തിന് നിശ്ചിത ആകൃതിയും ഭാരവും ഉള്ളത് ഖരാവസ്ഥയിലാണ്. അത് ശരിയാണ്. ഓക്കെ, ഖരാവസ്ഥ അഥവാ സോളിഡ് സ്റ്റേറ്റിലാണ് ദ്രവ്യത്തിന് നിശ്ചിതമായിട്ടൊരു ആകൃതി ഉള്ളത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട അവസ്ഥകൾ ഒരുപാടുണ്ട്. അതില് പ്രധാനപ്പെട്ട അവസ്ഥ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം. ഇനിയും ഉണ്ട്, നമുക്ക് പ്രധാനമായിട്ട് 7 അവസ്ഥകളാണ് പഠിക്കാനുള്ളത്. അതിൽ പ്രധാന 3 ഇതാണ്. ഓക്കെ, അതിൽ ഖരാവസ്ഥയിലാണ് വസ്തുക്കൾക്ക് നിശ്ചിതമായിട്ടുള്ള ആകൃതി ഉള്ളത്. ദ്രാവകത്തിലും വാതകത്തിലും നിശ്ചിതമായിട്ടുള്ള ആകൃതി ഇല്ല. ഓക്കെ, അതിൽ ദ്രാവകത്തിന്റെ പ്രത്യേകത ആകൃതി മാത്രമേ ഇല്ലാതെ ഉള്ളൂ, നിശ്ചിതമായിട്ടുള്ള വ്യാപ്തമുണ്ട്. വ്യാപ്തം കറക്റ്റ് ആണ്. പക്ഷെ വാതകങ്ങൾക്ക് അതും പറയാൻ പറ്റില്ല. വാതകങ്ങൾക്ക് ആകൃതിയും ഇല്ല, നിശ്ചിത വ്യാപ്തവും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏത് കണ്ടെയ്നറിലാണോ, ഏത് പാത്രത്തിലാണോ അത് സൂക്ഷിച്ചിട്ടുള്ളത് അതിന്റെ വ്യാപ്തമായിരിക്കും വാതകങ്ങൾക്ക്. പക്ഷെ ദ്രാവകം അങ്ങനെയല്ല. അപ്പൊ ഇത്രയും പോയിന്റ് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താ? ദ്രവ്യത്തിന്റെ തന്മാത്രകൾക്ക് പരസ്പരം തെന്നി മാറാനുള്ള കഴിവ് ദ്രാവകാവസ്ഥയിലാണ്. ശരിയാണ്. ദ്രാവകാവസ്ഥയിൽ എന്താണ്? തന്മാത്രകൾക്ക് പരസ്പരം തെന്നി മാറാനുള്ള കഴിവുണ്ട്. ഈ തെന്നി മാറാനുള്ള കഴിവ് കാരണമാണ് ദ്രാവകങ്ങൾക്ക് ഒഴുകാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ വാതകം എടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത? വാതകം എടുക്കുകയാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും പോകാനുള്ള കഴിവ് ഏതുണ്ട്? വാതകങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? വാതകങ്ങൾക്ക് ഏത് ദിശയിലേക്ക് വേണോ സഞ്ചരിക്കാം. പക്ഷെ ദ്രാവകങ്ങൾക്ക് ഒഴുകാനായിട്ടുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. തന്മാത്രകൾക്ക് പരസ്പരം തെന്നി മാറാനുള്ള കഴിവ് ഖരാവസ്ഥയിലാണ്. അതല്ല, അത് തെറ്റാണ്. ഖരാവസ്ഥയിൽ തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. തന്മാത്രകൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചലിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നാലാമത്തെ എന്താ? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. തെറ്റാണ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ, 5ാമത്തെ അവസ്ഥയും 6ാമത്തെ അവസ്ഥയും എല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അതാണ് 1ഉം 3ഉമാണ് ശരി ഉത്തരങ്ങള്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻ സി ആയിട്ട് വരും. ഓപ്ഷൻ സി 1, 3 എന്നിവയാണ് ശരി. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ എക്സ്ട്രാ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ചോദ്യം: പ്ലാസ്മ അവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത അവസ്ഥ പഠിച്ചു. ദ്രവ്യത്തിന്റെ അടുത്ത അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോ ഖരം, ദ്രാവകം, വാതകം കൂടാതെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ, അപ്പൊ നമ്മൾ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മയെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസ്മയുടെ ഓരോ പ്രത്യേകതകളായിട്ട് നോക്കാം. 1, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ശരിയാണ്. 2, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അതും ശരിയാണ്. പ്രപഞ്ചം, നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ സ്റ്റേറ്റിലാണ്. സി, മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അതും ശരിയാണ്.
ദ്രവ്യത്തിന്റെ പ്ലാസ്മാവസ്ഥയിൽ തന്മാത്രകൾ ഏറ്റവും ക്രമമായി കാണപ്പെടുന്നു. ആ ഒരു പോയിന്റ് നോക്കൂ. അത് നമുക്ക് ഇപ്പൊ പ്ലാസ്മ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ പറ്റി നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇതാണെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഖരാവസ്ഥയിലാണ് ഏറ്റവും ക്രമമായിട്ട് തന്മാത്രകൾ അടുക്കി വെച്ചിരിക്കുന്നത്. വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്മാത്രകൾ വളരെ അടുത്തടുത്തായി വളരെ ക്രമമായി അടുക്കി വെച്ചിരിക്കുന്നു ഖരാവസ്ഥയിൽ. ദ്രാവകാവസ്ഥയാകുമ്പോൾ എന്താ സംഭവിക്കുക? ദ്രാവകാവസ്ഥയാകുമ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. തന്മാത്രകൾക്ക് ഒന്നിനോടൊന്ന് തെന്നി മാറാനുള്ള കഴിവുണ്ട്. വാതകാവസ്ഥയാകുമ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്മാത്രകൾക്ക് ഏത് ദിശയിലേക്ക് വേണോ സഞ്ചരിക്കാം. അതുകൊണ്ട് പ്ലാസ്മ അവസ്ഥയിൽ ഒരിക്കലും തന്മാത്രകൾ ക്രമമായി കാണപ്പെടില്ല. അപ്പോ അതാണ് ഡി ആണ് തെറ്റായ ഓപ്ഷൻ. ഓക്കെ, അപ്പോ ഡി തെറ്റാണ്. നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? അപ്പോ ഡി ആണ്. നമുക്ക് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം, അല്ലെ? ഇനി എ, ബി, സി എന്നിവ ഈ പ്ലാസ്മ സ്റ്റേറ്റിന്റെ പ്രത്യേകതകളാണ്. ഇത് മൂന്നും പഠിക്കണം. കാരണം ഇത് മൂന്നും ഓരോന്നും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയെ അറിയപ്പെടുന്നത്. അപ്പോ ദ്രവ്യത്തിന്റെ 4 അവസ്ഥകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോ ഈ ഒരു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റില് ആ ഒരു ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ബോസോൺ ആണ്. ഓക്കെ, ബോസോൺ. അപ്പൊ ബോസോൺ ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ അടിസ്ഥാനമായിട്ടുള്ള കണം, അടിസ്ഥാനമായിട്ടുള്ള പാർട്ടിക്കിൾ, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ 4 അവസ്ഥകൾ നമ്മൾ പഠിച്ചു. പ്ലാസ്മ വരെ പഠിച്ചു. ഇനി പ്ലാസ്മയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നു അഞ്ചാമത്തെ അവസ്ഥയായിട്ടുള്ള ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ പറ്റി. അത് അഞ്ചാമത്തെ അവസ്ഥയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ബോസോൺ ആണ് അതിന്റെ അടിസ്ഥാന ഘടകം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും പോയിന്റ് ആണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ ഒരു അവസ്ഥയെ പറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാൻ, ട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോ ഓരോ സ്റ്റേറ്റ്മെന്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ അടിസ്ഥാന ഘടകം ബോസോൺ ആണ്. കറക്റ്റ് ആണല്ലോ. നമ്മൾ നേരത്തെയും പറഞ്ഞു ബോസോൺ ആണ് ഈ ഒരു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് എ ഓപ്ഷൻ ആണ് നമ്മുടെ ശരിയായ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6. ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകർ എന്നറിയപ്പെടുന്ന കണം ഏതാണെന്നാണ് ചോദ്യം. ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോൺ ആണ്. ഓക്കെ, ബോസോൺ ആണ് ഒരു പദാർത്ഥത്തിന്റെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത്. സോ ആ ഒരു ചോദ്യത്തിനും ഉത്തരമായി. അപ്പൊ ബോസോണിനെ പറ്റി ഒരു പോയിന്റ് കൂടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏത് എന്നാണ്. പിണ്ഡം അഥവാ മാസ്. ഓക്കെ, അപ്പൊ ദ്രവ്യത്തിന് എന്താണ്? ദ്രവ്യം ആവണമെങ്കിൽ, ഒരു വസ്തുവിന് ദ്രവ്യം എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് എന്ത് വേണം? അതിന് മാസ് വേണം. ആ മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അപ്പൊ ഇതെല്ലാം ഓരോ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് എല്ലാം പഠിക്കേണ്ടതുമാണ്. ഇനി 8ാമത്തെ ചോദ്യം. ദൈവഗണം എന്ന ഒരു പദാർത്ഥമുണ്ട്. ദൈവഗണം എന്നറിയപ്പെടുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിന്റെ കണം ഏത്? ദൈവഗണം എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ കണിക ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതേ കണിക തന്നെയാണ് മാസ് എന്ന് പറയുന്ന ഗുണം നൽകുന്ന നമ്മുടെ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണിക. അപ്പൊ ദൈവഗണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? ഹിഗ്സ് ബോസോൺ ആണ്. ആ പോയിന്റും പഠിക്കണം. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം നമുക്ക് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് നമുക്കൊന്ന് നോക്കാം. 1. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. ഫെർമയോണിക് കണ്ടൻസേറ്റിലെ അടിസ്ഥാന ഘടകം ഫെർമിയോൺ ആണ്. ഫെർമയോണിക് കണ്ടൻസേറ്റിലെ അടിസ്ഥാന ഘടകം ഫോട്ടോൺ ആണ്. ഫെർമയോണിക് കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ ഉയർന്ന താപനിലയിലുള്ള അവസ്ഥയാണ്. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതില് ശരിയായിട്ട് വരുന്നത് 1ഉം 2ഉം ഓപ്ഷൻസ് ആണ്. ഓക്കെ, 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ട് വരിക. ഓക്കെ, അപ്പോ ഇവിടുന്ന് നമ്മൾ അടുത്ത പോയിന്റ് പഠിക്കുകയാണ്. ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്താണ്? 6ാമത്തെ അവസ്ഥ. അപ്പൊ ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയായ ഫെർമയോണിക് കണ്ടൻസേറ്റും നമ്മൾ പഠിച്ചു.
അപ്പൊ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് വരെ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ ഖരം, ദ്രാവകം, വാതകം, അത് കഴിഞ്ഞ് പ്ലാസ്മ പഠിച്ചു, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ചാമതായി പഠിച്ചു, ആറാമതായിട്ട് പഠിക്കുന്നു ഫെർമയോണിക് കണ്ടൻസേറ്റ്. അപ്പൊ ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ് എന്ത്? ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ഈ ഫെർമയോണിക് കണ്ടൻസേറ്റിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഫെർമിയോൺ ആണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ അടുത്ത പോയിന്റും പഠിച്ചു. ഫെർമയോണിക് കണ്ടൻസേറ്റിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഫെർമിയോൺ ആണ്. അപ്പോ ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. ഫെർമയോണിക് കണ്ടൻസേറ്റിലെ അടിസ്ഥാന ഘടകം ഫോട്ടോൺ അല്ല, അത് ഫെർമിയോൺ ആണ്. അതുപോലെ ഇത് ഉയർന്ന താപനിലയിലുള്ള ഒരു അവസ്ഥയുമല്ല. അപ്പോ ഈ രണ്ട് ഓപ്ഷൻ തെറ്റാണ്. ശരിയായിട്ട് വരുന്ന ഏത് മാത്രമാണ്? 1, 2 എന്നീ പ്രസ്താവനകളാണ്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ കണ്ടെത്തിയത് ആരാണെന്നാണ്. അപ്പോ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന അവസ്ഥ കണ്ടെത്തിയത് ഡിബോറജിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സോ ബി ഈസ് ദ ആൻസർ. അപ്പൊ ഒരു പോയിന്റ് കൂടെ പഠിച്ചു. ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേറ്റ് കണ്ടുപിടിച്ചത് ഡിബോർജിൻ ആണ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയിലെ അടിസ്ഥാന ഘടകം ക്വാർക്ക് ആണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ക്വാർക്ക്. ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഈ ഓരോ സ്റ്റേറ്റ്മെന്റുകളും പഠിക്കണം. ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ദ്രവ്യത്തിന്റെ 7th സ്റ്റേറ്റ്, അപ്പൊ 7ാമത്തെ അവസ്ഥയായിട്ടുള്ള ഏതാണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന സ്റ്റേറ്റ് ആണ്. അപ്പോ 7ാമത്തെ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു 7 സ്റ്റേറ്റുകളാണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കുമെന്നും പറഞ്ഞു. അപ്പൊ ഏതാണ്? ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥയായ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഓക്കെ, അപ്പൊ അതാണ് 1ാമത്തെ പോയിന്റ്. അതിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ക്വാർക്ക് ആണ് അതിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ അടിസ്ഥാന ഘടകം നമുക്ക് ഒരുപാട് വരാം. ബോസോൺ പഠിച്ചു, ഫെർമിയോൺ പഠിച്ചു, ഇപ്പൊ ക്വാർക്ക്. ഓക്കെ, 3, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ക്വാർക്ക് എന്നാണ് പറയുന്നത്. ശരിയാണ്. അതുപോലെ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, അപ്പോ ഏറ്റവും ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും ഏതാണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ തന്നെയാണ്. ഓക്കെ, അപ്പോ 1, 2, 3, 4 എന്നീ എല്ലാ ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. ഈ എല്ലാ ഓപ്ഷൻസും ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ എല്ലാം ശരി എന്ന ഉത്തരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 12. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നത് എന്താണെന്നാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുണ്ട് മാസ്, ഭാരം. ഏറ്റവും കൺഫ്യൂസിംഗ് ആയ 2 ടേമുകളാണ്. ഒന്ന് മാസും ഒന്ന് ഭാരവും. ഇത് രണ്ടും 2 ആണ്. ഓക്കെ, എന്റെ മാസും എന്റെ ഭാരവും 2 അതായത് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. ഓക്കെ, മാസ് അഥവാ ഇതിനെ തന്നെയാണ് പിണ്ഡം എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ മാസ് എന്നോ പിണ്ഡം എന്നോ വരാം. അത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം മൂലം, അല്ലെങ്കിൽ അത് ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഗുരുത്വാകർഷണ ബലം. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി അതിന്റെ സെന്ററിലേക്ക്, അതിന്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. ആ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ആ ബലം കാരണം, ആ ഗുരുത്വാകർഷണ ബലം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെ ഭാരം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ മാസ് കൂടുന്നതനുസരിച്ച് എന്തും കൂടും? ഭാരവും കൂടും. അതാണ് മാസും ഭാരവും തമ്മിലുള്ള ബന്ധം. അല്ലാതെ മാസും ഭാരവും രണ്ടും 2 ആണ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, പക്ഷെ അത് തെറ്റാണ്. അത് കിലോഗ്രാം വെയിറ്റ് ആണ്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. ഓക്കെ, മാസിന്റെ യൂണിറ്റ്, മാസ് അളക്കുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. വെയിറ്റ് അഥവാ ഭാരം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, അതിനെ കുറിച്ചുള്ള കൂടുതൽ പോയിന്റ് നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ പറയാം. അപ്പൊ ഇത്ര അറിഞ്ഞിരിക്കുക, മാസും ഭാരവും രണ്ടാണ്. മാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവും, ഭാരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ബലത്തെയാണ് ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. പിണ്ഡത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. പിണ്ഡം എപ്പോഴും സ്ഥിരമാണ്. പിണ്ഡം അളക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. പിണ്ഡം അളക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അതില് പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അത് ശരിയാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിണ്ഡം എപ്പോഴും സ്ഥിരമാണ്. ഓക്കെ, അതും ശരിയാണ്. നമ്മള് ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്നാലും അല്ലെങ്കിൽ നമ്മൾ സ്പേസിലേക്ക്, ബഹിരാകാശത്തേക്ക് പോവുകയാണെങ്കിലും നമ്മൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവുകയാണെങ്കിലും ശരി, നമ്മുടെ പിണ്ഡം എപ്പോഴും എന്തായിരിക്കും, സ്ഥിരമായിരിക്കും. പക്ഷെ നമ്മുടെ മാസ് സ്ഥിരമായിരിക്കണമെന്നില്ല. നമ്മുടെ ഭാരം സ്ഥിരമായിരിക്കണമെന്നില്ല. നമ്മുടെ ഭാരം കൂടാം, കുറയാം. നമ്മുടെ ഭാരം വേണമെങ്കിൽ പൂജ്യവും ആവാം. സ്പേസിൽ, അതായത് ഗുരുത്വാകർഷണ ബലം ഒന്നും അനുഭവപ്പെടാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാരം 0 ആകാനും 0 ആകാനും സാധ്യതയുണ്ട്. പക്ഷെ പിണ്ഡം അങ്ങനെയല്ല. പിണ്ഡം ഒരു വസ്തുവിന് എപ്പോഴും സ്ഥിരമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ പിണ്ഡം അളക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. അപ്പൊ സ്പ്രിംഗ് ബാലൻസ് എന്താണെന്ന് നോക്കിയാലോ. സ്പ്രിംഗ് ബാലൻസിൽ ഇതാ ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിങ്ങിനെ ചുറ്റി നമുക്കൊരു റീഡിംഗ് സ്കെയിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആ സ്പ്രിങ്ങിന്റെ ഒരു എൻഡിലാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ ഒരു ഭാരം, ഒരു വസ്തു തൂക്കിയിട്ട് നമ്മൾ അതിന്റെ ഭാരം അളക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ ഭാരം അളക്കുമ്പോൾ ഈ വസ്തുവിനെ ഭൂമി താഴേക്ക് പിടിച്ചു വലിക്കുന്നു. ഈ താഴേക്ക് പിടിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാരമാണ് നമുക്ക് ഇവിടെ റീഡിംഗ് ആയിട്ട് കിട്ടുക. അപ്പൊ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ കഴിയുന്ന എന്താണ്, ഭാരമാണ്. പക്ഷെ കോമൺ ബാലൻസ്, നമ്മുടെ സാധാരണ കടകളിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു ഷേപ്പിലുള്ള ത്രാസിനെയാണ് കോമൺ ബാലൻസ് എന്ന് പറയുന്നത്. ഈ കോമൺ ബാലൻസിൽ നമ്മൾ ഇവിടെ എന്ത് വയ്ക്കുന്നോ അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അളക്കാൻ കഴിയുന്ന എന്താണ്, ഇവിടെ നമുക്ക് പിണ്ഡം അളക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഭാരം കൃത്യമായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്, അല്ലാതെ പിണ്ഡമല്ല. അപ്പോ ഏതൊക്കെയാണ്, 3 തെറ്റാണ്. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. സോ 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഏത്, 1, 2, 4 എന്നിവ ശരി. ഡി ഓപ്ഷൻ ശരിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ഡാഷ്. നമ്മളിപ്പോ പറഞ്ഞു, ഇതിൽ നമുക്ക് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പിണ്ഡമുള്ള ഏത് ഒരു മാസമുള്ള വസ്തു ആയാലും ആ മാസമുള്ള വസ്തുവിൽ, ആ ഒരു മാസിലെ ഭൂമി എന്ത് പ്രയോഗിക്കും, ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഭാരം എന്ന് വിളിക്കുക. സോ ഭാരമാണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഭാരത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. നമ്മൾ സാധാരണ എല്ലാ കടകളിലും അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ അളക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു 10 കിലോഗ്രാം, 15 കിലോഗ്രാം, അങ്ങനെ കിലോഗ്രാമിലാണ് പറയുന്നത് അല്ലെ. ഈ കിലോഗ്രാം ഒരിക്കലും അതിന്റെ എന്തല്ല, 15 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിനുള്ളത് 15 കിലോഗ്രാം മാസ് അല്ല, അതിന്റെ മാസ് വളരെ കുറവാണ്. ഓക്കെ, അതിന്റെ ഭാരമാണ് എത്ര, 15. പക്ഷെ അവിടെയും നമ്മൾ കിലോഗ്രാമിലല്ലേ പറയുന്നത്. ആ കിലോഗ്രാം എന്ന് പറയുന്നത് കിലോഗ്രാം വെയിറ്റ് ആണ്. ഓക്കെ, കിലോഗ്രാം വെയിറ്റ്. അപ്പൊ 1 കിലോഗ്രാം വെയിറ്റ് ആണ് എന്ത്, 1 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. അപ്പൊ 9.8 ന്യൂട്ടൺ. 9.8 ന്യൂട്ടൺ ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ആ 9.8 ന്യൂട്ടൺ എവിടെന്നാ കിട്ടുക, പറഞ്ഞുതരാം. നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഭൂമിയിലേക്ക് പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഒരു ആക്സിലറേഷൻ, ഒരു ത്വരണം ഉണ്ടായിരിക്കും. ഈ ത്വരണത്തെയാണ് ഗുരുത്വാകർഷണ ത്വരണം, ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ജി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, സ്മോൾ ലെറ്റർ ജി. ഈ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ഗുരുത്വാകർഷണ ത്വരണം. അപ്പൊ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമുക്ക് നമ്മുടെ സിലബസിന് ഉള്ളിൽ തന്നെ ഉണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോ
ഇനി ഒരു വസ്തുവിന്റെ ഭാരം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു വസ്തുവിന്റെ ഭാരം സമം mg ആണ്. ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെക്കുക. വേർ m ഈസ് ദ മാസ് അഥവാ പിണ്ഡം. ഓക്കെ, m മാസ് ആണ് അഥവാ പിണ്ഡമാണ്. g എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, അപ്പോ എന്താ നമുക്ക് പറയാൻ സാധിക്കുക? മാസ് അഥവാ പിണ്ഡം, മാസ് അല്ലെങ്കിൽ പിണ്ഡം 1 കിലോഗ്രാം ആയ ഒരു വസ്തു, എന്റെ കയ്യിൽ 1 കിലോഗ്രാം മാസ് ഉള്ള 1 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭാരം എത്രയായിരിക്കും? അതിന്റെ ഭാരം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. 1 ഇൻറ്റു ജി എത്രയാണ്? 9.8, അതായത് 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും അതിന്റെ ഭാരം, അല്ലെ? ഈ 9.8 ന്യൂട്ടനെ നമ്മൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നു. ഒരു kgWt എന്നാണ് പറയുന്നത്, കിലോഗ്രാം വെയിറ്റ്, 1 കിലോഗ്രാം വെയിറ്റ്. അപ്പൊ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഈ കിലോഗ്രാം വെയിറ്റിനെയാണ് നമ്മൾ ചുരുക്കി കിലോ 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 എന്ന് പറയുന്നത്. അത് ഭാരത്തിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അല്ലാതെ മാസ് അല്ല. മാസിന്റെ യൂണിറ്റ് മാത്രമാണ് കിലോഗ്രാം, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് തന്നിട്ടില്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്ന് തന്നിട്ടുണ്ടാവും. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരിക്കലും കിലോഗ്രാം തിരഞ്ഞെടുക്കരുത്. കിലോഗ്രാം ഭാരത്തിന്റെ യൂണിറ്റ് അല്ല. ഓക്കെ, നമ്മുടെ യൂണിറ്റ്, നമ്മുടെ മാസ് ഇപ്പോ സപ്പോസ് ഒരു 60 കിലോ ആണെന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 60 കിലോഗ്രാം വെയിറ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് എന്നാണ്. ഓക്കെ, ഭൂകേന്ദ്രത്തിൽ, അന്തരീക്ഷത്തിൽ, ഭൂമധ്യത്തിൽ, ധ്രുവങ്ങളിൽ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ആകൃതി നമ്മൾ ഗോളാകൃതിയാണെന്ന് ജനറലി പറയും. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്, സ്പെറിക്കൽ ആണെന്നൊക്കെ പറയുമെങ്കിലും ഭൂമിയുടെ ആകൃതി കൃത്യമായ ഒരു ഗോളമല്ല, അതൊരു ജിയോയിഡൽ ഷേപ്പ്. ജിയോയിഡൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുട്ടയുടെ ആകൃതിയിലാണ് ഭൂമി ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിക്ക് ഏകദേശം ഇങ്ങനെ ഒരു ആകൃതിയാണുള്ളത്. ഇതാണ് ഭൂമിയുടെ ആകൃതി, കൃത്യമായ ഒരു സ്ഫിയർ അല്ല ഭൂമി. അതായത് ഇത് O എന്ന് പറയുന്നത് നമ്മൾ ഭൂകേന്ദ്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ധ്രുവങ്ങളാണ്, ധ്രുവം. ഇത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോ ഈ ധ്രുവങ്ങളിലേക്കുള്ള ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് അത് കുറവും, ഭൂമധ്യരേഖാ പ്രദേശത്തേക്കുള്ള ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് അത് കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോ ധ്രുവത്തിൽ ഞാനൊരു വസ്തു കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഞാനൊരു വസ്തു കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് ഭൂകേന്ദ്രത്തിനോട് വളരെ അടുത്താണ്. കാരണം എന്താണ്? അവിടെ ആരം കുറവാണ്. അതുകൊണ്ട് ഈ ഒരു വസ്തുവിനെ ഭൂമിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് അതിന്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു വസ്തുവിന് ഭാരം കൂടുതലായിരിക്കും. പക്ഷേ ഭൂമധ്യരേഖാ പ്രദേശത്ത് അതേ വസ്തു ഞാൻ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും ദൂരമുണ്ട്, ഭൂകേന്ദ്രവും ആ ഒരു വസ്തുവും തമ്മിൽ ദൂരം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഭൂമി അതിനെ ധ്രുവങ്ങളിൽ ഇരിക്കുന്ന അതേ ഒരു ബലം ഉപയോഗിച്ച് ഈ ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ ഭാഗത്തേക്ക്, ഭൂകേന്ദ്രത്തിലേക്ക് വലിച്ചടുപ്പിക്കണമെന്നില്ല. ഓക്കെ, അപ്പോ എന്താണ്? ധ്രുവങ്ങളിൽ ഒരു വസ്തുവിന് ഭാരം കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്ത് ഒരു വസ്തുവിന് ഭാരക്കുറവും അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന് കാരണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് വെച്ചിട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ ആയിരിക്കുമ്പോഴാണ്? അത് ധ്രുവങ്ങളിലായിരിക്കുമ്പോഴാണ്. മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഭൂമിയുടെ സെന്ററിൽ കൊണ്ടുവച്ചാൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഭൂമിയുടെ കേന്ദ്രത്തില് വസ്തുവിന്റെ ഭാരം, ഞാൻ വെയിറ്റ് അല്ലെ, ക്യാപിറ്റൽ W എന്ന് കൊടുക്കാം. W = 0. എവിടെയായിരിക്കും? ഭൂകേന്ദ്രത്തിൽ. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അളവുകളെ അടിസ്ഥാനപരമായി എത്രയായി തരംതിരിക്കാമെന്നാണ് ചോദ്യം. ഓക്കെ, അളവുകളെ അടിസ്ഥാനപരമായി നമുക്ക് 2ആയി തരംതിരിക്കാം. സോ ബി ആണ് ആൻസർ. 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഓക്കെ, അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന അളവുകൾ. 2 വ്യുൽപ്പന്ന അളവുകൾ, വ്യുൽപ്പന്ന അളവുകൾ.
ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അളവുകളെ തരംതിരിക്കാം. അടിസ്ഥാന അളവുകൾ എന്ന് പറയുമ്പോൾ ഈ അളവുകളാണ് എന്ത്, അടിസ്ഥാനം. ഓക്കെ, ഈ അളവുകളാണ് അടിസ്ഥാനം. ഈ അളവുകളെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി എല്ലാ അളവുകളും പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് നമുക്ക് അറിയണ്ടേ? പ്രധാനമായിട്ട് 7 അടിസ്ഥാന യൂണിറ്റ് ആണുള്ളത്. ഒന്നാമത്തെ അടിസ്ഥാന യൂണിറ്റ് നീളം. ഓക്കെ, നീളം. ആ നീളം അളക്കുന്നത് എന്താണ്, മീറ്ററിലാണ്. മീറ്റർ, എം കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കും, സ്മോൾ ലെറ്റർ എം. രണ്ടാമത്തെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം. അറിയാലോ, ഞാൻ kg എന്ന് റെപ്രസെന്റ് ചെയ്യാം, കിലോഗ്രാം. മൂന്നാമത്തെ അടിസ്ഥാന യൂണിറ്റ് സമയമാണ്. സമയത്തിന് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക, സെക്കൻഡ്. സെക്കൻഡ് ആണ് സമയത്തിന്റെ യൂണിറ്റ്, നമുക്ക് എസ് എന്ന് ഇടാം. അടുത്ത അടിസ്ഥാന യൂണിറ്റ് ഏതാ, വസ്തുവിന്റെ, പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവ് അതൊരു അടിസ്ഥാന യൂണിറ്റ് ആണ്. അതിനെ മോൾ എന്ന യൂണിറ്റ് കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മോൾ. ഓക്കെ, പദാർത്ഥത്തിന്റെ അളവ് മോൾ. അടുത്തത് താപനില, ടെമ്പറേച്ചർ. അതിനെ അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലൊന്നുമല്ല. ഡിഗ്രി സെൽഷ്യസ് എല്ലാം താപനില അളക്കുന്ന യൂണിറ്റ് തന്നെയാണെങ്കിലും കെൽവിനിലാണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്, കെൽവിൻ ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ക്യാപിറ്റൽ K ആണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരം. അടുത്തത് ഇലക്ട്രിക് കറന്റ്, ധാരാവൈദ്യുതി. ധാരാവൈദ്യുതി അതിനെ ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് അളക്കുന്നത്. A കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അവസാനം ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി അതിന്റെ യൂണിറ്റ് കാൻഡല. ഓക്കെ, CD എന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന അളവുകളാണുള്ളത്. ഏതൊക്കെയാണ്, നീളം, മാസ്, സമയം, പദാർത്ഥത്തിന്റെ അളവ്, താപനില, ധാരാവൈദ്യുതി, ലൂമിനസ് ഇന്റൻസിറ്റി എന്നിവയാണ് അവ. ഓക്കെ, അപ്പോ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, പദാർത്ഥത്തിന്റെ അളവ് മോൾ, താപനില കെൽവിൻ, ധാരാവൈദ്യുതി ആംപിയർ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഇങ്ങനെയാണ് ആ യൂണിറ്റുകൾ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അപ്പോ ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന യൂണിറ്റുകൾ എന്താണെന്ന് മനസ്സിലായി. വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്താണെന്ന് വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അടിസ്ഥാന അളവുകൾ ഒന്നുകൂടെ പറയട്ടെ, 7 എണ്ണം ഉണ്ട്. അളവുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്, അടിസ്ഥാന യൂണിറ്റുകളെന്നും വ്യുൽപ്പന്ന യൂണിറ്റുകളെന്നും രണ്ടായി തരംതിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുകയും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകൾ അറിയപ്പെടുന്നത് അടിസ്ഥാന അളവുകൾ എന്നാണ്. ഓക്കെ, അപ്പൊ അടിസ്ഥാന അളവുകൾ എന്താണ് എന്ന് ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പൊ അടിസ്ഥാന അളവുകൾ എന്താ, പരസ്പരം ബന്ധമില്ലാതെ. പരസ്പരം ഇവ തമ്മിൽ ഒരു ബന്ധമില്ല. നീളവും മാസും തമ്മിൽ എന്താ ബന്ധം, ബന്ധമില്ല. പക്ഷെ നീളവും പരപ്പളവും തമ്മിൽ ബന്ധമില്ലേ? കാരണം രണ്ട് നീളം ഗുണം വീതിയാണ് പരപ്പളവ്. ഓക്കെ, പരപ്പളവ് സമം നീളം ഗുണം വീതി. ഓക്കെ, ഈ നീളവും നീളം തന്നെയാണ്, വീതി എന്ന് പറയുന്നതും അതൊരു ലെങ്ത് അല്ലേ, അതൊരു നീളം തന്നെയല്ലേ. അപ്പം രണ്ട് നീളങ്ങൾ ഗുണിച്ചാൽ എന്തായി, പരപ്പളവായി. അപ്പൊ പരപ്പളവ് ഒരു അടിസ്ഥാന യൂണിറ്റ് അല്ല. പരപ്പളവ് എങ്ങനെയാ ഉണ്ടാകുന്നത്, പരപ്പളവ് എന്ന് പറയുന്ന അളവ് ഉണ്ടാകുന്നത് രണ്ട് നീളങ്ങൾ ചേർന്നിട്ടാ. ഓക്കെ, അപ്പൊ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല പരപ്പളവ്. പക്ഷേ മാസ് അങ്ങനെയാണോ, എന്തെങ്കിലും ചേർന്നിട്ടാണോ മാസ് ഉണ്ടാകുന്നത്? അല്ല. ഓക്കെ, മാസ് അഥവാ പിണ്ഡം. ഇനി നീളം അങ്ങനെയാണോ, എന്തെങ്കിലും ചേർന്നിട്ടാണോ നീളം ഉണ്ടാവുന്നത്? സമയം അങ്ങനെയല്ല, പദാർത്ഥത്തിന്റെ അളവ് അങ്ങനെയല്ല, ഇലക്ട്രിക് കറണ്ടും ഒന്നും അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഇവയൊക്കെ എന്താണ്, അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റുകളാണ്. പക്ഷെ പരപ്പളവ് എന്താണ്, രണ്ട് നീളങ്ങൾ ചേർന്നാണ് പരപ്പളവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരപ്പളവ് ഒരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടിസ്ഥാന യൂണിറ്റുകൾ അത് ഇൻഡിപെൻഡന്റ് ആയി സ്വതന്ത്രമായി നിൽക്കുന്ന യൂണിറ്റുകളാണ്. മറ്റ് യൂണിറ്റുകൾ ഉപയോഗിച്ചൊന്നും അടിസ്ഥാന യൂണിറ്റുകളെ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 18ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവിന് ഉദാഹരണമായത് ഏത്? അടിസ്ഥാന അളവിന് ഉദാഹരണമായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ അടിസ്ഥാന അളവ് ഏതൊക്കെയാ? മീറ്റർ നീളത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നീളം ഒരു അടിസ്ഥാന അളവാണ്.
കിലോഗ്രാം പിണ്ഡം അഥവാ മാസിന്റെ യൂണിറ്റ് ആണ്, അതുകൊണ്ട് അതും ഒരു അടിസ്ഥാന അളവ് തന്നെയാണ്. സെക്കൻഡ് സമയത്തിൻ്റെതാണ്, അതും ഒരു അടിസ്ഥാന അളവ് തന്നെയാണ്. പക്ഷെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിന്റെ അല്ലെങ്കിൽ വേഗത ഓർ പ്രവേഗം ഇതിന്റെയൊക്കെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതെങ്ങനെയാ കിട്ടുന്നത്? മീറ്റർ അതായത് നീളവും, മീറ്റർ എന്ന് പറഞ്ഞാൽ നീളമല്ലേ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സമയവും. അപ്പൊ നീളവും സമയവും കൂടെ കൂടിച്ചേർന്നിട്ടാണ് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായത്. ഇവിടെ രണ്ടെണ്ണം കൂടിച്ചേർന്നു. അപ്പൊ ഇതൊരു അടിസ്ഥാന അളവ് ആകുമോ? ഒരിക്കലുമില്ല. ഇതൊരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. അതായത് മറ്റു രണ്ട് യൂണിറ്റുകൾ ഏതെങ്കിലും അടിസ്ഥാന യൂണിറ്റുകൾ ചേർന്നുണ്ടാവുന്ന യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ പോലെ ഇതിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും അടിസ്ഥാന യൂണിറ്റുകൾ ചേർന്ന് മാത്രമേ വ്യുൽപ്പന്ന യൂണിറ്റുകൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ അതാണ് അടുത്ത ചോദ്യം 20. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന അളവുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ അളവുകൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, കാരണം വ്യുൽപ്പന്ന യൂണിറ്റുകളാണ് ഉത്തരം. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ നമ്മൾ പ്രസ്താവിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യുൽപ്പന്ന അളവിന് ഉദാഹരണമായത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, വ്യുൽപ്പന്ന അളവിന് ഉദാഹരണമായത് ഏതാണെന്നാണ് ചോദ്യം. മീറ്റർ അതൊരു അടിസ്ഥാന അളവാണ്. കിലോഗ്രാം അടിസ്ഥാന അളവ് തന്നെ. സെക്കൻഡും അടിസ്ഥാന അളവ് തന്നെ. മീറ്റർ പെർ സെക്കൻഡോ? മീറ്റർ പെർ സെക്കൻഡ് അവിടെ എന്താണ്? രണ്ട് അടിസ്ഥാന യൂണിറ്റുകൾ ചേർന്നാണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വ്യുൽപ്പന്ന അളവായിട്ട് മാറിയത്. സോ മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. നിലവിൽ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അളവ് സമ്പ്രദായം ഏതെന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, താപനിലയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, താപനില നമുക്ക് പല യൂണിറ്റിലും പറയാം അല്ലെ. താപനില നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ പറയാം, ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മുടെ പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ശരീര താപനില അളക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അങ്ങനെ പല 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 യൂണിറ്റുകൾ നമുക്ക് താപനില അളക്കാമെങ്കിലും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കെൽവിൻ. ഓക്കെ, കെൽവിൻ എന്ന് പറയുന്നതാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ 7 അടിസ്ഥാന യൂണിറ്റുകളുടെയും SI യൂണിറ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. കാരണം ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഫീറ്റ്, അടി പോലെയുള്ള ഇഞ്ച് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. സെന്റിമീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. എല്ലാ ലെങ്ത്തിന്റെ യൂണിറ്റ്, കിലോമീറ്ററും ആങ്സ്ട്രം, ഫെർമി, ഇതെല്ലാം ലെങ്ത്തിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്തിന്റെ, അത് മീറ്റർ ആണ്. ലോകമെമ്പാടും അത് മീറ്റർ തന്നെയാണ്. ഓക്കെ, അതുപോലെ ലോകം അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് സമ്പ്രദായം അല്ലെങ്കിൽ അളവ് സമ്പ്രദായത്തെയാണ് SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി CGSഉം FPS ഉം MKSഉം എല്ലാം യൂണിറ്റ് സമ്പ്രദായങ്ങൾ തന്നെയാണ്, പക്ഷേ ലോകം അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് സമ്പ്രദായം അല്ല. ഓക്കെ, 23ാമത്തെ ചോദ്യം ഈസിയാണ്. എന്താണ്? SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, അപ്പൊ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണം ഉള്ളത്? നമ്മൾ 7 എണ്ണം അല്ലേ പഠിച്ചോളൂ. സോ ഓപ്ഷൻ C 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്ത 24ാമത്തെ ചോദ്യം. പരിണാമത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയേണ്ട അളവുകൾ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ പരിണാമം അതായത് നമുക്കൊരു അളവ്, ഓക്കെ, അതിന്റെ കൂടെ ദിശ കൂടി ചേർത്ത് പറയേണ്ട അളവുകളെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ്. സോ അളവുകളെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന് സദിശ അളവുകളെന്നും 2 അദിശ അളവുകളെന്നും. ഓക്കെ, ഇവിടെ 2 അളവുകൾ ഉണ്ട്, രണ്ടിടത്തും പരിമാണം ഉണ്ട്. ഓക്കെ, പക്ഷെ ദിശ സദിശ അളവുകൾക്കുണ്ട്, അദിശ അളവുകൾക്ക് ദിശയില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോ എന്താണ് ഈ പരിമാണം, എന്താണ് ദിശ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു വസ്തുവിനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഓക്കെ, വലിക്കുമ്പോൾ ഞാനൊരു ബലം പ്രയോഗിക്കണം. ആ ബലം ഒരു 10 ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ എങ്കിൽ ആ 10 ന്യൂട്ടൺ ആണല്ലോ ഇതിന്റെ ഒരു അളവെന്ന് പറയുന്നത്. ആ അളവിനെയാണ് നമ്മൾ പരിമാണം എന്ന് പറയുന്നത്. ഇനി ആ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ആ ഒരു ബലം പ്രയോഗിക്കുന്നത് ഞാൻ ഈ ദിശയിലാണ്.
അല്ലെ? അപ്പോ ആ ഫോഴ്സ് അഥവാ ബലത്തിന് എന്തുണ്ട്? ദിശയുണ്ട്. ആ ബലത്തിന്റെ ദിശ ഇങ്ങോട്ടാണ് അല്ലെ? അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സദിശ അളവാണ്. ഓക്കെ, സദിശ അളവ്. കാരണം പരിമാണവും ഉണ്ട് അവിടെ, ദിശയും ഉണ്ട്. പക്ഷേ മാസ് ഒരു അദിശ അളവാണ്. കാരണം അല്ലെങ്കിൽ പിണ്ഡം ഒരു അദിശ അളവാണ്. അതിന് കാരണം എന്താ? മാസ്, ഒരു വസ്തുവിന് മാസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു വസ്തുവിന് മാസ് ഉണ്ട്. ഓക്കെ, ഒരു 10 ന്യൂട്ടൺ മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 കിലോഗ്രാം മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മാസ് എങ്ങോട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? അത് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോ പരിമാണമുണ്ട്, ദിശയില്ല. എങ്ങോട്ടാണ് ഈ മാസം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഭാരമോ? ഭാരം എടുക്കുകയാണെങ്കിൽ, ഇതേ വസ്തുവിന്റെ ഭാരം എടുക്കുകയാണെങ്കിൽ ആ ഭാരം എപ്പോഴും ഇവിടെയാണ് ഭൂമിയെങ്കിൽ ആ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കായിരിക്കും. അപ്പൊ ഭാരത്തിന് ഇതാ ദിശയുണ്ട്. അപ്പം അതിനൊരു പരിമാണവും ഉണ്ട്, ദിശയും ഉണ്ട്. അപ്പൊ ഭാരം എന്തായി? ഭാരം ഒരു സദിശ യൂണിറ്റ് ആയി. കാരണം എന്താണ്? ഭാരത്തിന് ദിശയുണ്ട്. പക്ഷെ മാസിന് ദിശയില്ല. അതുകൊണ്ട് മാസ് ഒരു അദിശ യൂണിറ്റ് ആണ്. ഇത്തരത്തില് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അളവുകളെ ക്ലാസിഫൈ ചെയ്യാം, അളവുകളെ തരംതിരിക്കാം. ഒന്ന് സദിശ അളവുകളെന്നും രണ്ട് അദിശ അളവുകളെന്നും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. സദിശ അളവിന് ഉദാഹരണം ഏതെന്നാണ്. അപ്പൊ സദിശ അളവിന് ഉദാഹരണം ഇവിടെ സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. അപ്പോ എ ബി എന്നീ രണ്ട് പോയിന്റുകളുണ്ട്. ഈ എ എന്ന് ബിയിലേക്കുള്ള വഴി ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എ എന്ന് ബിയിലേക്ക് എത്താനുള്ള വഴി. അപ്പം ഈ വഴിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൂരം എന്ന് വിളിക്കുന്നത്. ദൂരം, ഇത്രയും ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ എയിൽ നിന്ന് ബിയിലേക്കുള്ള നേർരേഖയിലുള്ള ഏറ്റവും കുറഞ്ഞ അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൂരവും സ്ഥാനാന്തരവും ഇതും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ദൂരവും സ്ഥാനാന്തരവും എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ സ്ഥാനാന്തരത്തിന്റെ ദിശ എങ്ങോട്ടാ? എയിൽ നിന്ന് ബിയിലേക്ക്. അതായത് സ്ഥാനാന്തരത്തിന്റെ ദിശ ഇങ്ങനെയാണ്, എയിൽ നിന്ന് ബിയിലേക്ക്, ഫ്രം എ ടു ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് സ്ഥാനാന്തരത്തിന് ഒരു അളവുമുണ്ട്, അതിനൊരു ദിശയുണ്ട്, പരിമാണവും ഉണ്ട്, ദിശയും ഉണ്ട്. അതുകൊണ്ട് അതൊരു സദിശ അളവാണ്. പക്ഷെ ദൂരത്തിന്റെ ദിശ നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇവിടെ അതിന്റെ ദിശ ഇങ്ങോട്ടാ, ഇവിടെ അതിന്റെ ദിശ ഇങ്ങോട്ടാ, ഇവിടെ അതിന്റെ ദിശ താഴോട്ടാ, ഇവിടെ അതിന്റെ ദിശ ഇങ്ങോട്ടാ. അങ്ങനെ നമുക്ക് കൃത്യമായ ഒരു ദിശ പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൂരം എന്താണ്? ദൂരം ഒരു അദിശ അളവാണ്. ഓക്കെ, ആ ദൂരം അദിശ അളവാണെങ്കിൽ തീർച്ചയായിട്ടും വേഗതയും അദിശ അളവായിരിക്കും. കാരണം വേഗതയുടെ ഇക്വേഷൻ എന്താ? വേഗത സമം ദൂരം ഭാഗം സമയം. അത് നമുക്ക് മാത്തമാറ്റിക്സ്, നമുക്ക് ഗണിതത്തിൽ നമുക്ക് അതിന്റെ ഈ ഒരു ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. വേഗത സമം ദൂരം ഭാഗം സമയം. ആ ദൂരം ഒരു എന്താണ്? അദിശ അളവാണ്. ഇനി സമയം എന്താ? സമയത്തിന് ദിശയുണ്ടോ? ഇല്ല, സമയത്തിന് ദിശയില്ല. അപ്പൊ സമയവും ഒരു അദിശ അളവാണ്. അങ്ങനെയാണെങ്കിൽ ദൂരം ബൈ സമയം, രണ്ട് അദിശ അളവുകൾ തമ്മിൽ ഉള്ള ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു അദിശ അളവ് തന്നെ ആയിരിക്കണ്ടേ? അപ്പൊ വേഗതയും എന്താണ്? ഒരു അദിശ അളവാണ്. അപ്പൊ ഇങ്ങനെയാണ് അത് കണ്ടെത്തുക. ഓക്കെ, സ്ഥാനാന്തരം മാത്രമേ സദിശ അളവായിട്ടുള്ളൂ. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 26ാമത്തെ ചോദ്യം റിപ്പീറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് അദിശ അളവുകൾ എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം അദിശ അളവുകൾക്ക് പരിമാണം മാത്രമേ ഉള്ളൂ, അദിശ അളവുകൾക്ക് എന്തില്ല? ദിശയില്ല. സോ അതാണ് നമ്മൾ ഉത്തരം. 27, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അദിശ അളവിന് ഉദാഹരണം എഴുതുക. അദിശ അളവിന് ഉദാഹരണം എഴുതുക എന്നാണ്. സോ പ്രവേഗം, യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത് പ്രവേഗം, ത്വരണം, ബലം, വേഗത. അപ്പോ പ്രവേഗം എന്താണ്? പ്രവേഗം സമം, ഈ ഓരോ ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പ്രവേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്ഥാനാന്തരം ബൈ സമയം. ത്വരണം സമം പ്രവേഗം ബൈ സമയം. ഓക്കെ, ബലം, അതിന്റെ ഇക്വേഷൻ ആണ് ബലം സമം പിണ്ഡം അഥവാ മാസ് ഇൻറ്റു ത്വരണം. അപ്പൊ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു. പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയം, ത്വരണം സമം പ്രവേഗം ബൈ സമയം,
ബലം സമം പിണ്ഡം ഗുണം ത്വരണം. അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇവിടെ പ്രവേഗത്തിൽ സ്ഥാനാന്തരമുണ്ട്. സ്ഥാനാന്തരം ഒരു സദിശ അളവാണല്ലോ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രവേഗവും സദിശ അളവ് തന്നെ ആയിരിക്കും. ഇനി പ്രവേഗം സദിശ അളവായത് കാരണം പ്രവേഗം ബൈ സമയം ത്വരണവും എന്തായി? സദിശ അളവായി. ഇനി ബലം എടുക്കുമ്പോൾ അവിടെ പിണ്ഡം ഗുണം ത്വരണം, അവിടെയും ത്വരണമുണ്ട്. ത്വരണം ഒരു സദിശ അളവാണ്, അതുകൊണ്ട് ബലവും എന്താണ്? സദിശ അളവാണ്. ഓക്കെ, അപ്പൊ അത് മൂന്നും സദിശ അളവുകളാണ്. പക്ഷെ വേഗതയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടതാണല്ലോ. വേഗത സമം ദൂരം ഭാഗം സമയം, അതാണ് വേഗതയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വേഗത എന്തല്ല? വേഗത ഒരു സദിശ അളവല്ല. അപ്പൊ വേഗതയാണ് ഇവിടുത്തെ ഉത്തരം, നമ്മൾ പറഞ്ഞതാണ്. 28ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻3. ഈ 10⁻3 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇടുക 3 0. ഇതാണ് ഈ 10⁻3യുടെ അർത്ഥം. ഇനി 10⁻2 ആണെങ്കിലോ 1 ഇടുക, ആ സ്ഥാനം ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഇതാണ് അർത്ഥം. ഓക്കെ, അപ്പോ 2 പോയിന്റ് ഇങ്ങോട്ട് മാറുമ്പോൾ 0.01, 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി, അതാണ് 10⁻2ന്റെ അർത്ഥം. ഓക്കെ, അപ്പോ അതാണ് 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻3. ഓക്കെ, 10⁻3 എന്ന് പറയുമ്പോൾ 1000 മീറ്റർ, അത് ശരിയാണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻2 മീറ്റർ, അതായത് 0.01 മീറ്റർ, അത് ശരിയാണല്ലോ. കാരണം 100 സെന്റിമീറ്റർ ചേരുമ്പോൾ അല്ലേ 1 മീറ്റർ ആവുക, അപ്പൊ അതും ശരിയാണ്. 1 മില്ലിമീറ്റർ = 10⁻3 മീറ്റർ, അതും ശരിയാണ്. കാരണം 1000 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുക, അപ്പൊ ഇതും ശരിയാണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻6 മീറ്റർ, അത് പഠിക്കണം. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഓക്കെ, 10⁻6 മൈക്രോ. ഇനി മൈക്രോ പോലൊരു യൂണിറ്റ് ആണ് ആങ്സ്ട്രം. നമ്മൾ അതിന് മുകളിൽ ഒരു ഡിഗ്രി കൂടെ കൊടുക്കും. ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻10 ആണ്. ഓക്കെ, ആങ്സ്ട്രവും മൈക്രോയും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് 10⁻6 വരുന്നത് മൈക്രോ, 10⁻10 വരുന്നത് ആങ്സ്ട്രം, ബാക്കിയെല്ലാം നമുക്കറിയാം, ബാക്കിയെല്ലാം നമുക്ക് കണ്ട് പരിചയമുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ട് ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാം ശരി. 29, 1 കിലോമീറ്റർ സമം എത്ര മീറ്റർ ആണ്? അതായത് മുകളിൽ ചോദിച്ച ക്വസ്റ്റ്യന്റെ അതേ റിപ്പീറ്റേഷൻ ആയിട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു. ഡി ആണ് ഉത്തരം, 10⁻3 അഥവാ 1000 മീറ്റർ. അത് നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാത്ത ചോദ്യം. 1 ടൺ = എത്ര? 1 ടൺ എത്രയാണ് എന്നാണ് ചോദ്യം. 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പൊ 1000 ഗ്രാം ചേരുമ്പോ 1 കിലോഗ്രാം ആയി, അതുപോലെ 1000 കിലോഗ്രാം ചേരുമ്പോ 1 ടൺ ആയി. ഓക്കെ, അതാണ് അവിടുത്തെ ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു ടോപ്പിക്കിൽ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ആ ക്ലാസ്സിന്റെ പറഞ്ഞ എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടന്റും ആണ്. അതുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. എക്സാം എഴുതാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.